എനിക്കുള്ളതെല്ലാം മകൾക്ക്, വേണ്ടതെല്ലാം എഴുതിവെച്ച് സ്വയം ഒരുക്കിയ ചിതയിൽ ചാടി അമ്മ മരിച്ചു. ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ. ദുരൂഹത ജനിപ്പിക്കുന്ന സംഭവം. ഭയവും ആശ്ചര്യവും ഒന്നിച്ചനുഭവപ്പെടും ആ അമ്മയുടെ ശരീരാവശിഷ്ടങ്ങൾക്കുള്ള ചിതക്കരയിൽ നിന്നാൽ. തൃത്തല്ലൂർ ഏഴാങ്കല്ലെ കോഴിശ്ശേരി പരേതനായ രമേഷിന്റെ ഭാര്യ 52 വയസ്സുള്ള ഷൈനിയുടെ മരണം കേട്ടുകേൾവിക്കും അകലെയാണ്. ഒരുപാട് ദിവസത്തെ തയ്യാറെടുപ്പിനൊടുവിൽ മരണം വരിക്കുക, എല്ലാം താൻ തന്നെ ചെയ്തതാണെന്ന് ബോധ്യപ്പെടുത്താവുന്ന തെളിവുകൾ നിരത്തി വെച്ചുകൊണ്ടുള്ള മരണമാകുമ്പോൾ ആരും ആശ്ചര്യപ്പെടുകയും ചെയ്യും. വീട്ടുവളപ്പിൽ മതിലിനോട് ചേർന്ന് വേലി കെട്ടുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് വളച്ചുകെട്ടി അതിനുള്ളിൽ വിറകുകൾ കൂട്ടി ചിതയൊരുക്കി. ചിതയിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ കമ്പികൾ കുത്തിനിർത്തി തീയിൽ ചാടി മരിച്ചുവെന്ന നിലയിലാണ് അവശേഷിക്കുന്ന തെളിവുകളിലൊന്ന്. ശരീരം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ദുബായിലുള്ള ഇളയമകൾ ബിലു ചൊവ്വാഴ്ച പുലർച്ചെ എത്തിയപ്പോൾ വീടിന്റെ മുൻവശത്ത് ആദ്യം കണ്ടത് താക്കോൽ വെച്ച സ്ഥലം സൂചിപ്പിച്ച് ഒട്ടിച്ചുവെച്ച കുറിപ്പടിയാണ്. വീടിനകത്ത് ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. ഉടനെ അയൽക്കാരെ വിളിച്ചു വരുത്തി നടത്തിയ തെരച്ചിലാണ് കത്തിത്തീർന്ന ചിത കാണാനിടയായത്. തിങ്കളാഴ്ച സന്ധ്യയോടെ ഷൈനിയുടെ വീട്ടുവളപ്പിൽ നിന്ന് തീ ഉയരുന്നത് കണ്ടതായി അയൽ വീട്ടുകാർ പറഞ്ഞു. മകൾ വരുന്നതിനാൽ ചവറുകൾ അടിച്ചുകൂട്ടി കത്തിക്കുന്നതാകാമെന്ന് കണ്ടവർ വിചാരിച്ചു. പ്ലാസ്റ്റിക് ഷീറ്റ് മറിച്ചതിനാൽ കാഴ്ചയും വ്യക്തമായിരുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. നേരത്തെ ഷൈനി വാടകയ്ക്ക് കൊടുത്ത കടമുറിയുടെ വാടക മകളുടെ അക്കൗണ്ടിലേക്ക് അയച്ചാൽ മതിയെന്ന് വാടകക്കാരനോട് പറഞ്ഞിരുന്നു അത്രേ. ഷൈനിയുടെ അക്കൗണ്ടിലുള്ള തുക മുഴുവൻ മകളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയുള്ള ജീവനെടുക്കലെന്ന് പറയുമ്പോഴും അവിശ്വസനീയത. 1 വർഷം മുമ്പ് മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന ഇളയ മകൾ കൃഷ്ണ മരിച്ചിരുന്നു. അതിനുശേഷം ഷൈനി മാനസികമായി അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നതായും പറയുന്നു. മൃതദേഹം വാടാനപ്പള്ളി പോലീസ് ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി.